ഹലോ. അപ്പോൾ കുറേ വീഡിയോസിൽ ഇങ്ങനെ സ്കൂളിലേക്കുള്ള ലഞ്ച് ബോക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന കണ്ടിട്ട് എനിക്കൊന്നൊരു ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാൻ ഇങ്ങനെ തോന്നിയിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നോമ്പിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ നട്ടുവെച്ച ചീര ഇപ്പോൾ കുറച്ച് വലുതായിട്ട് നമ്മൾ കട്ട് ചെയ്തൊന്ന് തോരൻ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് പിന്നെ കുറച്ച് ഉഴുന്നൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചയും ചുവപ്പ് രണ്ട് ചീരയും കൂടി മിക്സ് ചെയ്തിട്ടാട്ടോ തോരനുണ്ടാക്കി എടുക്കുന്നത്. പിന്നെ നമ്മളൊരു പെട്ടെന്ന് ഒരു അച്ചാർ പോലെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മാങ്ങ എടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ചെറിയ കുട്ടിക്കുള്ള ലഞ്ച് ബോക്സ് ആണ്. അല്ല, ഡിഗ്രി 3rd ഇയർ പഠിക്കുന്ന എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ലഞ്ച് ബോക്സ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും കുറച്ചൊരു എണ്ണയും കൂടെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ അച്ചാറിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊരു കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെരടി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഒരു അല്പം മഞ്ഞപ്പൊടിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ എടുക്കുമ്പോഴേക്കും നന്നായിട്ട് ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ട് മാങ്ങ ശരിക്കും ഒരു അച്ചാർ പോലെ തന്നെ ഉണ്ടാവും. അപ്പം നമ്മളിതൊന്ന് ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചീരത്തോരനും പിന്നെ ഈ ഒരു 2 ചെറിയ പീസ് ഫിഷ് ഫ്രൈയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൾ മീൻ കറി വെച്ചത് അങ്ങനെ കോളേജിൽ കൊണ്ടുപോകാറില്ല. പിന്നെ ഈ ഒരു അച്ചാറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഉച്ചയ്ക്ക് എടുക്കുമ്പോഴേക്കും മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് അധികം വെച്ച് കൊടുക്കുന്നുണ്ട്. ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇന്നലെ രാത്രി വെച്ച കറിയാണ് കേട്ടോ, മുളക് കറിയാണ്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് വെക്കുന്നുണ്ട്. ഇന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ രാവിലെ നമുക്ക് പുട്ടും അതുപോലെ തന്നെ പഴമായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനത് വെറുതെ കഴിച്ചു എന്ന് കട്ട് ചെയ്തിട്ട്. അല്ല, നമുക്ക് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുന്തിരി അതുപോലെ തന്നെ കുറച്ച് കുക്കുംബറും പിന്നെ കുറച്ച് പപ്പായ, ഇവിടെ നമ്മൾ പപ്പരിക്കാന്നും പറയും കേട്ടോ ആലപ്പുഴയിൽ. അപ്പോൾ ഇത്രയും കൂടി എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണുന്ന ട്രെൻഡ് പോലെ ഒന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പ്, മുളക് പൊടി അതുപോലെ കുറച്ച് പഞ്ചസാര എണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, ഒരു കാശിനും കൊള്ളത്തില്ല. കാരണം ആ പപ്പായക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു ടേസ്റ്റ്. പിന്നെ ഞാൻ ഫുള്ളായിട്ട് കൊണ്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ഒരു മസാലയൊക്കെ കളഞ്ഞിട്ട് മര്യാദക്ക് പറക്കി കഴിച്ചു. നമ്മുടെ മാങ്ങ, നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെ കഴിക്കുന്നത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. നമ്മൾ നോർമലി കട്ട് ചെയ്തുപോലെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. പപ്പായൊക്കെ നല്ല മധുരമാണെങ്കിൽ വെറുതെ ഇങ്ങനെയൊന്നും ചെയ്ത് കൊളാക്കാൻ നിൽക്കണ്ട. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.